2026 എലിമിനേഷൻ ചേംബറിലേക്ക് ആദ്യമായിട്ട് സെലക്ട് ചെയ്യപ്പെട്ട വ്യക്തി റാൻഡി ഓർട്ടൺ. റാൻഡി ഓർട്ടൺ വേഴ്സസ് അലിസ്റ്റർ ബ്ലാക്ക് വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മാച്ചിൽ വിജയിക്കുന്നവർ ആരാണോ അവർക്ക് എലിമിനേഷൻ ചേംബർ 2026 ഒഫീഷ്യൽ എൻട്രി ഉണ്ടായിരിക്കും എന്നുള്ളത് പറയുകയുണ്ടായി. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം റാൻഡി സോളോയെ ഒരു ബ്രേപ്പിംഗ് DDT ചെയ്തു. RKO ചെയ്യാൻ വേണ്ടി കാത്തിരുന്നപ്പോഴേക്കും അലിസ്റ്റർ ബ്ലാക്കിന്റെ വക ബിഗ് ബൂട്ട് കിട്ടി. സോളോ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ മൂവ് അലിസ്റ്റർ ബ്ലാക്കിന്റെ മുകളിൽ ചെയ്തു. സമോൻ സ്പൈക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും അലിസ്റ്റർ ബ്ലാക്ക് അതിനെ എതിർത്തു. അതുപോലെ RKO ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും അലിസ്റ്റർ ബ്ലാക്ക് അതിനെയും എതിർത്തുകൊണ്ട് ഒരു റോളപ്പ് പിന്നാക്കി മാറ്റുകയുണ്ടായി. റാൻഡിയെ ബ്ലാക്ക് മാസ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴേക്കും റാൻഡി അത് മിസ് ചെയ്തു. അതാ കിടക്കുന്നു RKO. പക്ഷെ പിൻ ചെയ്യുന്നതിന് മുൻപേ തന്നെ അലിസ്റ്റർ ബ്ലാക്ക് ഉരുണ്ടുരുണ്ടി റിംഗ് സൈഡിലേക്ക് പോവുകയുണ്ടായി. അലിസ്റ്റർ ബ്ലാക്കിനെ നോക്കിക്കൊണ്ട് റാൻഡി ഓർട്ടൺ അവിടെ കിടക്കുകയായിരുന്നു. റാൻഡി മെല്ലനെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും അതാ പുറകിൽ നിൽക്കുന്നു സോളോ സിക്കോവ സമോൻ സ്പൈക്ക് ചെയ്യാൻ വേണ്ടി തന്റെ വിരൽ ഉയർത്തിയിട്ട്. എന്നാൽ ഇത് വൈപ്പറാണ്, അണലിയാണ്, എപ്പോൾ കൊത്തുമെന്നുള്ളത് പറയാൻ കഴിയില്ല. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നേരെ കൊടുത്തു സോളോക്ക് RKO. അങ്ങനെ പിൻ ചെയ്തുകൊണ്ട് റാൻഡി വിജയിക്കുകയുണ്ടായി. പക്ഷേ ഈ ഒരു മാച്ചിൽ റാൻഡി ഓർട്ടൺ വളരെയധികം ക്ഷീണമുള്ളതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എലിമിനേഷൻ ചാമ്പറിൽ ഒരു പവർ പാക്ക് പെർഫോമൻസ് റാൻഡിയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.